മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ സംസ്കാരമാണിന്ന്. ആരൊക്കെയായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് അകപ്പറമ്പ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചയാണ് പി തങ്കച്ചൻ അന്തരിക്കുന്നത്. ആലുവയിലെ വസതിയിൽ വെച്ചായിരുന്നു മരണം. കുറെ കാലമായി അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെ ഏകദേശം രാവിലെ 10 മണിയോട് കൂടി തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. തുടർന്ന് 11 മണി മുതൽ തന്നെ വീട്ടിൽ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അതോടൊപ്പം ഈ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി സതീശൻ, മുതിർന്ന നേതാവ് കെ ആന്റണി, അതോടൊപ്പം തന്നെ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവരെല്ലാം തന്നെ തങ്കച്ചന്റെ തീരാനഷ്ടത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വീട്ടിലെത്തുകയും തങ്കച്ചന് അനുശോചനം അറിയിക്കുകയും ചെയ്തു. മറ്റിടങ്ങളിലെ പൊതുദർശനം എല്ലാം തന്നെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കാരണം തങ്കച്ചന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് പൊതുദർശനം ഒഴിവാക്കിയിരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് ഈ 3 മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു തങ്കച്ചൻ. 1968 തന്റെ 29ാം വയസ്സിലാണ് ഈ പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായി തങ്കച്ചൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് തന്നെ രാജ്യത്ത് മുനിസിപ്പൽ ചെയർമാൻമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു തങ്കച്ചൻ എന്ന് പറയുന്നത്. തുടർന്ന് 12 വർഷത്തോളം പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ് തങ്കച്ചൻ. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ സ്പീക്കറായിട്ടും അതോടൊപ്പം മന്ത്രിയായിട്ടും അങ്ങനെ വിവിധ സ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇരുന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും തന്റെ കാലമെല്ലാം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് തങ്കച്ചൻ എന്ന് പറയുന്നത്. 1977 നിയോജക മണ്ഡലത്തിൽ നിന്ന് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് തങ്കച്ചൻ ആദ്യമായി